നിങ്ങൾ കടം കൂടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണോ? ഒത്തിരി പേർക്ക് കാശ് കൊടുക്കാണ്ട്, അല്ലെങ്കിൽ ഇനി ഒരുപാട് ഇല്ലെങ്കിലും കുറച്ചൊക്കെ കടമുണ്ട്, അതെങ്ങനെയും കൊടുത്തു തീർത്താലേ ഒരു മനസ്സിനൊരു സുഖമുള്ളൂ, അല്ലെങ്കിൽ അവർ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന അങ്ങനെയൊക്കെ കടത്തിലും ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണോ? നിങ്ങൾക്ക് കടം മാറാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് ജോലിയൊന്നും ചെയ്യാതെ നമുക്ക് ഒരുപാട് കാശ് വരും, എന്നാൽ പിന്നെ ജോലിക്കൊന്നും പോകണ്ടല്ലോ, ഇങ്ങനെയാണെങ്കിൽ സുഖമല്ലേ. അങ്ങനെയല്ല ഇതിൻ്റെ കാര്യം. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കടം വീട്ടാനുള്ള പല അവസരങ്ങൾ നമ്മുടെ കൺമുന്നിലും നമുക്ക് മുന്നിലും വന്നു ചേരുകയാണ് ചെയ്യുക. നമുക്ക് കാശ് വരാനുള്ള വഴികൾ ഇതൊക്കെ തെളിഞ്ഞ് നമ്മുടെ കൺമുന്നിൽ വരുമ്പോൾ നമ്മളത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലൂടെ നമുക്ക് പണം വരും, നമുക്ക് ആ കടങ്ങൾ വീടും. അതിനുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് ഒരുങ്ങുന്നത്. അല്ലാതെ ഇങ്ങനെ ചില ആളുകൾ വിചാരിക്കും എന്നാൽ പിന്നെ സുഖമല്ലേ, കുറേ കാശ് വരെ ഇങ്ങനെ എന്തെങ്കിലും ടെക്നിക്കും ട്രിക്കും ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാശ് നമ്മളിലേക്ക് വന്നു ചേരും, എന്നുണ്ടെങ്കിൽ സുഖമല്ലേ, ജോലിക്കൊന്നും പോകണ്ടെന്ന്. അങ്ങനെയല്ല ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് കാശ് വരാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്ന് ചിന്തിച്ച് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുക, ഇത് ചെയ്തിട്ട് നോക്കുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% ഇത് ഗുണം ചെയ്യും. നിങ്ങളെ കടങ്ങൾ വീടാനും ഒക്കെ ഇത് ഉപകരിക്കും. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾ എടുക്കുക. മഞ്ഞൾ എടുത്തിട്ട് കുറച്ച് ചുണ്ണാമ്പും വേണം. കുറച്ച് ചുണ്ണാമ്പും എടുത്തിട്ട് നമ്മളത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളത്തിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു വയമ്പിൻ്റെ പീസ് കഷ്ണം, അത് ഈ ആയുർവേദ കടകളിൽ നിന്നൊക്കെ കിട്ടും, അത് വയമ്പ്, അത് അതിലിടുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിയിൽ ചെയ്യണം. രാവിലെ ചെയ്യണം. രാവിലെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 5:30 ഒക്കെ മുന്നേ ചെയ്യണം. ഒരു 4:30 to 5:30 ഉള്ളിൽ ചെയ്യണം. സൂര്യൻ ഉദിച്ചതിന് ശേഷം ചെയ്യരുത്. അതേപോലെ തന്നെ വൈകുന്നേരം ഒരു 6 അല്ലെങ്കിൽ ഒരു 6:30 to 7:30. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് സൂര്യൻ മറഞ്ഞിരിക്കണം, ആ സമയത്തായിരിക്കണം ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല വൃത്തിയിലായിരിക്കണം, കുളിച്ചിട്ടാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. കുളിച്ച് നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഇത് ചെയ്ത് നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറി, നമ്മുടെ കഷ്ടപ്പാടും പ്രശ്നങ്ങളൊക്കെ മാറി, കടങ്ങളൊക്കെ വീടി നല്ലൊരു രീതിയിലാവുന്ന ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇത് നമ്മൾ ഈ വെള്ളം കലക്കി വെച്ച് ഈ വയമ്പും കയ്യിൽ പിടിച്ച് നമ്മളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കുന്നതും നമ്മളെ സഹായിച്ച് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറി, എല്ലാ പ്രശ്നങ്ങളും മാറി, ഇനി ഇവിടുന്ന് അങ്ങോട്ട് സന്തോഷമാണ്, കടങ്ങളൊക്കെ തീർന്ന് എന്ന് മനസ്സിൽ കരുതി എല്ലാത്തിനും പരിഹാരമായി, കണ്ണിൽ എല്ലാത്തിനുള്ള വഴികൾ തെളിഞ്ഞു എന്നുള്ളത് മനസ്സിൽ കാണണം. മനസ്സിൽ നമ്മളത് കരുതണം. ആ സന്തോഷം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഇത് കലക്കി വെച്ചാൽ ഇതിലേക്ക് ഇടുക. അത് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മളെ ഏത് റൂം എവിടെയാണോ നമ്മൾ കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, കിടക്കുന്ന റൂമിൻ്റെ ഒരു മൂലയിൽ വെക്കണം. അത് കിഴക്കേ മൂലയിൽ വെക്കുന്നതാണ് ഒന്നുകൂടി കൂടുതൽ ഇത് ഉത്തമമായിട്ട് പറയുന്നത്. കിഴക്കേ മൂലയിൽ, കിഴക്കിൻ്റെ വലതുവശത്തുള്ള മൂലയിൽ വയ്ക്കുക. അത് തട്ടിപ്പുവാതി ആദ്യം പരമാവധി ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരാഴ്ച വരെ വയ്ക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതേപോലെ അടുത്ത ഇത് മാറ്റാം. അങ്ങനെ 3 പ്രാവശ്യം വയ്ക്കണം. അപ്പോഴേക്കും നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം തീർച്ചയായിട്ടും കണ്ടിരിക്കും. എല്ലാ കടങ്ങളും വീടും. ചിലപ്പോൾ ആദ്യത്തെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ കംപ്ലീറ്റ് അത് വീടും. പിന്നെ കുറച്ചും കൂടിയൊക്കെ വലിയ കടങ്ങളാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളും വഴികളും ഒക്കെ നിങ്ങളുടെ കൺമുന്നിൽ ഓരോ ദിവസവും കഴിയും തോറും നിങ്ങൾക്കത് തെളിഞ്ഞ് വരാൻ തുടങ്ങും. ഇത് തീർച്ചയായിട്ടും ചെയ്യുക. ഇതിന് ഒരു സംശയം വേണ്ട. തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങളൊക്കെ മാറാനുള്ള എല്ലാ വഴികളും നമ്മുടെ കൺമുന്നിൽ കാണാൻ തുടങ്ങും. നമ്മുടെ കൺമുന്നിലൂടെ വരും. നമുക്കതിനുള്ള അവസരങ്ങളും സാധ്യതകളും എല്ലാം നമുക്ക് വരും.
അപ്പം നമ്മളത് ചെയ്യുക മാത്രമേ വേണ്ടൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് അത് വിടും. മറ്റിപ്പോൾ നമുക്കതിനൊരു വഴിയില്ല. കടം വീട്ടാൻ എന്താ ചെയ്യുക, എവിടുന്ന് വാങ്ങും, എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു ടെൻഷനിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക, നല്ല വൃത്തിയോട് കൂടി ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള മറുപടി കൃത്യമായിട്ട് തരും. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. ഒരു സംശയം വിചാരിക്കേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യം നടക്കും. ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഇനിയും വരും. അപ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപയോഗിച്ച് എല്ലാവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനുള്ള അവസരവും അതിനുള്ള സാധ്യതകളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ചെയ്യുക. ഇത് ചെയ്തവർക്കൊക്കെ ഒരുപാട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഇത് സൂര്യനുള്ള സമയത്ത് ചെയ്യരുത്. സൂര്യൻ അസ്തമിച്ചതിൻ്റെ ശേഷമോ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപോ വൃത്തിയായിട്ട് ചെയ്യുക വീണ്ടും. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.